ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരച്ഛനും മകനും തങ്ങളുടെ കഴുതിയെയും കൂട്ടി ചന്തയിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. അവരിരുവരും നടന്നു പോകുമ്പോൾ വഴിയരികിൽ നിന്ന് ചിലർ അവരെ കണ്ടിട്ട് പറഞ്ഞു, ഈ അച്ഛനെ നോക്കൂ, കഴുതി ഉണ്ടായിട്ടും മകനെ വെറുതെ നടത്തിക്കൊണ്ടു പോകുന്നു. അയാൾ എത്ര വിഡ്ഢിയാണ്. ഈ വാക്കുകൾ കേട്ട് അച്ഛൻ മകനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, നീ കഴുതപ്പുറത്ത് കയറിയിരിക്കും. മകൻ കഴുതപ്പുറത്ത് കയറി അവർ യാത്ര തുടർന്നു. എന്നാൽ അധികം വൈകാതെ വഴിയോരത്തിരുന്ന മറ്റു ചിലർ ഇവരെ നോക്കി വിമർശിച്ചു. ഇന്നത്തെ കാലം നോക്കൂ, ചെറുപ്പക്കാരൻ സുഖിച്ച് സവാരി ചെയ്യുമ്പോൾ അച്ഛൻ പൊടിയിൽ നടക്കുന്നു. ഇത് കേട്ട് അച്ഛൻ മകനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇനി അല്പസമയം ഞാൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്യാം, നീ അല്പനേരം എൻ്റെ കൂടെ നടക്കുക. മകൻ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അപ്രകാരം അനുസരിച്ചു. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ വീണ്ടും ആളുകളുടെ പരിഹാസം. അതാ അയാൾ മകനെ നടത്തിക്കൊണ്ട് രാജാവിനെ പോലെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. വീണ്ടും പരിഹാസം കേട്ടപ്പോൾ അയാൾ തൻ്റെ മകനെ തോളിലിരുത്തി കഴുതപ്പുറത്ത് യാത്ര തുടർന്നു. പക്ഷെ അവർ അല്പദൂരം ചെന്നപ്പോൾ വഴിയരികിൽ വെള്ളം കോരുന്ന സ്ത്രീകൾ പറഞ്ഞു, അയ്യോ, ആ പാവം മൃഗത്തെ നോക്കൂ, എത്ര ഭാരമുണ്ടാകും, എത്ര ക്രൂരതയോടെയാണ് അയാൾ പെരുമാറുന്നത്. ഈ വാക്കുകൾ അച്ഛനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു അതിശയകരമായ കാര്യം ചെയ്തു. അവർ രണ്ടുപേരും കഴുതപ്പുറത്ത് നിന്നിറങ്ങി. എന്നിട്ട് അയാൾ കഴുതിയെ തൻ്റെ തോളിൽ കയറ്റി യാത്ര തുടർന്നു. ചന്തയിൽ കഴുതിയെയും ചുമന്നുകൊണ്ട് വന്ന അയാളെ എല്ലാവരും പരിഹസിച്ചു. പരിഹാസമെല്ലാം കണ്ട അച്ഛൻ കഴുതിയെ താഴെ വെച്ചു. എന്നിട്ട് മകനെ നോക്കി പറഞ്ഞു, നാം എന്ത് ചെയ്താലും ലോകം നമ്മുടെ കുറവുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവരെ സന്തോഷിപ്പിക്കുവാനായി നാം ശ്രമിച്ചാൽ ഈ കഴുതിയെ പോലും ചുമക്കേണ്ടി വരും. ഇന്നും നമ്മുടെ ചുറ്റും ഇതുപോലെ പരിഹാസ വാക്കുകളുമായി നടക്കുന്നവരെ നമുക്ക് കാണാം. ജീവിതത്തിൽ നാം എന്ത് ചെയ്താലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്കൊരിക്കലും കഴിയില്ല. ചിലർ നമ്മെ പ്രശംസിക്കും, ചിലർ വിമർശിക്കും, ചിലർ പരിഹസിക്കും. ലോകത്തിൻ്റെ അഭിപ്രായം മാത്രം കേട്ടാൽ നാം ഒരിക്കലും സന്തോഷത്തോടെ ലക്ഷ്യത്തിലെത്തില്ല. കാരണം അവർ എപ്പോഴും നമ്മുടെ കുറവുകളെ മാത്രമേ കാണൂ. ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ നന്മകളെ കണ്ടെത്താൻ കഴിയാതെ എപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുകയും വിമർശിക്കുകയും മാത്രം ചെയ്യുന്നവരുടെ യഥാർത്ഥ പ്രശ്നം അവർക്ക് നന്മകളെ കാണാൻ കഴിയുന്ന ഹൃദയമില്ല എന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ്വന്തം കുറവുകളെ കണ്ടെത്തുവാനോ ആരെങ്കിലും കണ്ടെത്തി തന്നാൽ അംഗീകരിക്കുവാനോ കഴിയുന്നില്ല എന്നതാണ് ആശ്ചര്യം. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ലോകത്തിലെ ഏറ്റവും പൂർണ്ണതയുള്ളവർ അവർ തന്നെയാണ്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ ഉപദേശം ഓർമ്മയിലിരിക്കട്ടെ. സ്വന്തം കുറവുകളെ കണ്ടെത്തി തിരുത്തുന്നവരും മറ്റുള്ളവരുടെ ഗുണങ്ങളെ കണ്ടെത്തി പ്രശംസിക്കുന്നവരുമാകുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങനെ മറക്കും നാഥനെ, സ്വന്ത ജീവനെ ദൈവ കുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവ് പോരാ. മുൾക്കിരീടവും അടിപ്പിണരേറ്റത് എങ്ങനെ മറക്കും നാഥനെ, സ്വന്ത ജീവനെ ദൈവ കുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവ് പോരാ. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല നാഥൻ. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ.